ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله ഊസിക്കും വഇയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാലോകർക്കായി അവതരിപ്പിച്ചിട്ട കാര്യം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അത് യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഖുർആൻ നമ്മെ നയിക്കുന്നത് എന്ന്. ഏത് കാലഘട്ടത്തിലും ഏതൊരാൾക്കും ആ ഖുർആനിന്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുകയാണ് എങ്കിൽ അവന് വിജയം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇനി ഏത് കാലഘട്ടത്തിലാണെങ്കിലും ശരി, അത് 21-ാം നൂറ്റാണ്ടിലല്ല, 30-ാമത്തെ നൂറ്റാണ്ടിലാണെങ്കിലും ഇനി ലോകാവസാനം വരെയുള്ള എല്ലാ കാലഘട്ടത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഖുർആനിനെ നിർണയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 114 അധ്യായമാണ് എന്ന് നമുക്കറിയാം. ആ 114 അധ്യായത്തിൽ ഒരു അധ്യായത്തെ കുറിച്ച് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ജനങ്ങളെങ്ങാനും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ കഫത്ത്, ആ ഒരൊറ്റ സൂറത്ത് മതിയായിരുന്നു, എല്ലാവർക്കും നന്നായി ജീവിക്കാൻ ആ ഒരൊറ്റ സൂറത്ത് മതിയായിരുന്നു എന്നാണ്. ഹിജ്റയ്ക്ക് മുമ്പ് മക്കയിൽ വെച്ച് അവതരിപ്പിക്കപ്പെട്ട ഒരു ചെറിയ ആയത്തുകളുടെ എണ്ണം വളരെ കുറഞ്ഞ 3 ആയത്തുകൾ മാത്രമുള്ള, എന്നാൽ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരുപാട് വിജയത്തിന് കാരണമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന 13ാമത് ഇറക്കപ്പെട്ട സൂറത്ത് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സൂറത്ത് ഇൻഷിറാഹിന്റെയും
സൂറത്ത് ഇൻഷിറാഹിന്റെ ശേഷവും സൂറത്തുൽ ആദിയാത്തിന്റെ മുമ്പിലുമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്, ആ സൂറത്ത് എത്ര ബൃഹത്തായതാണ് എന്ന് പണ്ഡിതന്മാർ അതിന്റെ ആ ആയത്തിന്റെ വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വിഷയങ്ങളെ ഊന്നി നിന്നുകൊണ്ട് ചെറിയ ആയത്തുകളാണെങ്കിലും ചെറിയ സൂറത്തുകളാണെങ്കിലും ആയത്തിന്റെ എണ്ണത്തിൽ വലിപ്പമില്ലെങ്കിലും അതിന്റെ ആശയത്തിന്റെ എണ്ണത്തിലാണ് വലിപ്പമെന്ന് പഠിപ്പിച്ച് ആ ഒറ്റ സൂറത്ത് മതിയായിരുന്നു ജനങ്ങൾക്ക് മുഴുവൻ നന്നാവാൻ. ആ ഒരൊറ്റ സൂറത്ത് മതിയായിരുന്നു ആർക്ക്? ചിന്തിക്കുന്നവർക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ആ ഒരൊറ്റ സൂറത്ത് മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ അസ്റിനെ പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നുണ്ട്. എന്താണ് അസ്റിന്റെ പ്രത്യേകത? വൽ അസ്ർ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുമ്പോൾ അതിലൊരു സത്യം ചെയ്യലുണ്ട്. വാവ് എന്നത് ഖസമിന്റെ ഹർഫാണ്, അതായത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹർഫാണ്. മറ്റു പലതിനും വാവ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവിടത്തെ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ചില പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുക എന്നത് അവൻ അനുവദനീയമുള്ളതാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു കുറവുമില്ല. അവൻ സൃഷ്ടിച്ച സൃഷ്ടികളെ കുറിച്ച് അതിനെ പിടിച്ച് സത്യം ചെയ്യുക എന്നത് അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയാണ്. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പാടില്ല എന്നാണ്, ശിർക്കാണ് എന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നമ്മളൊക്കെ പറയാറുണ്ട് ഉമ്മയാണ് സത്യം, വാപ്പയാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട്, അറിവില്ലായ്മ കൊണ്ട് പറയാറുണ്ട്. ആ രൂപത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവും ഒരിക്കൽ ഉപ്പയെ കൊണ്ട് സത്യം ചെയ്തു. വാപ്പയാണ് സത്യം എന്ന് പറഞ്ഞ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫനാദാഹും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, അലാ ഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും നിങ്ങൾ അറിയണം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല യൻഹാകും അൻ തഹ്ലിഫു ബിആബായിക്കും, നിങ്ങളുടെ വാപ്പമാരെ കൊണ്ട് നിങ്ങളുടെ പിതാക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുക എന്നത് അത് നിരോധിച്ചിരിക്കുന്നു. ഫമൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്മുത്, ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക. അള്ളാഹുവാണ് സത്യം, അതും അനിവാര്യ ഘട്ടത്തിൽ മാത്രമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യുക എന്നത് മുനാഫിക്കിന്റെയും കപടതയുടെയും മുഖമാണ് എന്ന് തിരിച്ചറിയാനും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അനിവാര്യ ഘട്ടത്തിൽ മാത്രമാണ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ. അതല്ലാതെ ഒരിക്കലും ഒരു സൃഷ്ടിയെ പിടിച്ച് സത്യം ചെയ്യുക എന്നത് അത് നമുക്ക് യോജിച്ചതല്ല, അത് ശിർക്കിലേക്ക് എത്തിക്കുന്നു എന്ന് മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൻ ഹലഫ ബിശൈഇൻ ദൂനല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് പുറമേ ഉള്ളവരെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചു നൽകുന്ന ഒന്നാമത്തെ കാര്യം തന്നെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുക എന്നത് അവന് പൂർണ്ണതയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയെക്കുറിച്ചും വാപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു, ഇന്ന വസ്തുവാണ് സത്യം, ഇങ്ങനെ ഒന്നും സത്യം ചെയ്യുവാൻ പാടുള്ള കാര്യമല്ല എന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി ഈ ആയത്തിലെ വിശദീകരണത്തിൽ നമുക്ക് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് എന്തുകൊണ്ട് അല്ലാഹു ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ടൊരു സൂറത്ത് തുടങ്ങി? ആ സൂറത്തിന്റെ ഗൗരവത്തെ അറിയിക്കാനാണ്. ഒന്നാമത്തേത് ആ പറയാൻ പോകുന്ന വിഷയത്തെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഗൗരവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. സത്യമായി എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഒരു കാര്യം പറയുമല്ലോ, സത്യമായും എന്ന് പറഞ്ഞ് ശേഷം പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് പലപ്പോഴും നമ്മൾ പോലും സത്യം ചെയ്യുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തുടങ്ങുമ്പോൾ സത്യം ചെയ്തുകൊണ്ടാണ് സൂറത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, വൽ ഫജ്രി വലയാലിൻ അശ്ർ പോലെയുള്ള മറ്റു സൂറത്തുകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എല്ലാം അത്തരം സൂറത്തുകളെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ശേഷം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുന്നതിൽ ശേഷം പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ്. രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞു, ആ ഗൗരവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനും പറയുന്ന കാര്യത്തിന് ഉറപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് സൂചന നൽകുവാനുമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്.
അതായത് ഇത് നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്, ഇതൊരിക്കലും അസംഭവമല്ല, ഇത് തീർച്ചയായും നടക്കും എന്ന കാര്യത്തെ ഉറപ്പിക്കാനും കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു ആയത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇനി എന്താണ് ആ സൂറത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു കാര്യങ്ങൾ? പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഒരൊറ്റ സൂറത്ത് മതിയെന്നാണ്. ഒരു മനുഷ്യന് നന്നാകണമെങ്കിൽ, ലോകാവസാനം വരെ നല്ല മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഈ ഒരൊറ്റ സൂറത്തിനെ കുറിച്ച് ചിന്തിച്ചാലും അതനുസരിച്ച് ജീവിച്ചാലും അവന് മതിയാകുന്നതാണ് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാരെല്ലാം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് രണ്ട് വിഭാഗം ആളുകളെ കുറിച്ചാണ്. മനുഷ്യരെ മൊത്തം രണ്ട് വിഭാഗമായി മാറ്റിയിരിക്കുകയാണ്. അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാകുന്നു എന്നാണ്. എന്താണ് ഖുസ്ർ എന്ന് പറഞ്ഞാൽ? തീരാ നഷ്ടമാണ്. ആരാണ് തീരാ നഷ്ടത്തിൽ ഉൾപ്പെടുക? കാലാകാലം നരകത്തിലേക്ക് അകപ്പെട്ടു പോകുന്നവരാണ് തീരാ നഷ്ടത്തിൽപ്പെട്ടവർ എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ, കുഫർ ചെയ്തവർ, ശിർക്ക് ചെയ്തവർ, നിഫാഖുമായി നടന്നവർ, ഇവരെല്ലാം കാലാകാലം നഷ്ടത്തിലാണ്, കാലാകാലം നരകത്തിലേക്ക് ആപതിക്കുന്നതാണ്. അവർക്കൊരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ശിർക്ക് ചെയ്തോ സ്വർഗമില്ല മനുഷ്യരെ, ശിർക്ക് ചെയ്തോ സ്വർഗം അവർക്ക് പ്രവേശനമില്ല, ഹറാമാക്കി. എന്നാൽ നരകമാണ് അവന്റെ സങ്കേതമെന്നും അവിടെ ഒരാൾക്കും സഹായിയായിക്കൊണ്ടുണ്ടാവുകയില്ല എന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു. കുഫർ ചെയ്തോ കാലാകാലം നരകത്തിലാണ്. നിഫാഖാണോ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, മുസ്ലിമായി ജീവിച്ചിരിക്കെ തന്നെ പിശാചിന് അടിമപ്പെട്ടുകൊണ്ടാണ്, പിശാചിന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അതായത് അഹവത്വത്തുള്ള ജീവിതമാണെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, വമൻ യത്തഖിദി ശൈത്താന വലിയ്യൻ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന. വ്യക്തമായ ഏറ്റവും വലിയ വഴികേടിലാണവൻ, ഏറ്റവും വലിയ നാശത്തിലാണവൻ പിശാചിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ എന്നാണ്. പിശാചിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവനും നോമ്പ് നോക്കുന്നവനും ഒക്കെയും ഒരുപക്ഷെ പിശാചിനെ അനുസരിക്കുന്നുണ്ടാകും. പിശാചിന്റെ പ്രേരണയ്ക്കൊത്ത്, നമ്മുടെ മനസ്സിന്റെ ഇച്ഛയ്ക്കൊത്ത് നമ്മൾ മാറുന്നുണ്ടോ? ഇസ്ലാം വിലക്കിയ കാര്യമാണെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഇച്ഛയ്ക്കൊത്ത്, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹത്തിനൊത്ത് പിശാച് കൽപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ രഹസ്യ ജീവിതങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സാമ്പത്തിക മേഖലകൾ, ഇതെല്ലാം പിശാചിന്റെ വഴിപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണോ? സഹോദരന്മാരെ, നമ്മൾ തീരാ നഷ്ടത്തിലാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ വിഭാഗമാരാ? എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾ അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. ചില ആളുകൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ആരാണ്? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. 4 കാര്യങ്ങൾ പറഞ്ഞു. വിജയിക്കുന്നവരുടെ കക്ഷികളിൽ ആകുന്ന ആളുകളുടെ 4 ഗുണങ്ങൾ, വിജയിക്കുന്നവരുടെ 4 ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. എന്താണ്? ഇല്ലല്ലദീന ആമനു. ഒന്നാമത് പറഞ്ഞത് വിശ്വാസമാണ്. ബാക്കി 3 ഉണ്ട്. വിശ്വാസമില്ലേ അവന് യാതൊരു കാര്യമില്ല. വിശ്വാസമുണ്ട്, ബാക്കി 3 കാര്യങ്ങളും ഇല്ല എങ്കിലും കാര്യമില്ല. വിശ്വാസം അടിത്തറയാണ്. അതിനെ പാകപ്പെടുത്തിയെടുക്കുന്നതാണ് അമലു സ്വാലിഹാത്തുകളും ദഅവത്തും അതിൽ വരുന്ന ക്ഷമയും. എന്താണ് പറഞ്ഞത്? 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലല്ലദീന ആമനു, 1 വിശ്വാസമാണ്. രണ്ടാമത്തേത് അമലു സ്വാലിഹാത്തുകളാണ്, സൽക്കർമ്മങ്ങളാണ്. വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അത് സ്വന്തത്തിനോടുള്ള ഉപദേശമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞു, സ്വന്തത്തിനോടുള്ള നസീഹത്തുണ്ട്. ഹക്ക് കൊണ്ട് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ ചിലത് പഠിപ്പിച്ചെടുക്കണം. നമ്മുടെ മനസ്സൊരു പക്ഷേ തെറ്റിലേക്ക് ചാഞ്ഞിട്ടുണ്ടാവാം, തെറ്റിലേക്ക് തിരിയുന്നുണ്ടാകാം. അവിടെയെല്ലാം നമ്മുടെ മനസ്സിനെ ഹക്കുകൊണ്ട് ഇതാണ് എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം.
അങ്ങനെ നമ്മുടെ മനസ്സിനോട്, നമ്മുടെ നഫ്സിനോട്, നമ്മുടെ ശരീരത്തിനോട് ചില ബാധ്യതകൾ, ചില ദഅവത്തുകൾ നമ്മോട് തന്നെയുണ്ട്. അതോടൊപ്പം നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അയൽവാസികൾ, ഇങ്ങനെ തുടങ്ങി നാമുമായി ബന്ധപ്പെടുന്ന ആളുകളോടെല്ലാം ദഅവത്തിന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ വരുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ഒരല്പം ക്ഷമ ഉണ്ടാകണം. തെറ്റ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ തെറ്റിൽ നിന്നൊന്ന് മാറി നിൽക്കണമെങ്കിൽ അത്യാവശ്യം കഠിനാധ്വാനം വേണം. ഈ ഡി-അഡിക്ഷൻ സെന്ററുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 21 ദിവസത്തിന്റെ കോഴ്സാണ് മിനിമം കൊടുക്കുക. നിരന്തരം മദ്യപിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ അത്തരം ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തി, അവൻ മാറിക്കിട്ടണമെങ്കിൽ, അവനെ സംസ്കരിച്ചെടുക്കണമെങ്കിൽ 21 ദിവസത്തിന്റെ കഠിനാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഒരു 50% മുകളിൽ റിസൾട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു തിന്മയിൽ നിന്ന് മാറിയെടുക്കണമെങ്കിൽ അത്യാവശ്യം കഠിനാധ്വാനം വേണം, ക്ഷമ ഉണ്ടാകണം. നമ്മളൊന്ന് പെരിന്തൽമണ്ണയിലെ ഡി-അഡിക്ഷൻ സെന്ററിലേക്കൊന്ന് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. അവിടുത്തെ കമ്പികളെ വളച്ചൊടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനും അവിടെ ആത്മഹത്യ ചെയ്യാനും ശ്രമിക്കുന്ന എത്രയെത്ര രോഗികളെ, നമുക്ക് മനോരോഗികളായി മാറുന്ന, ഈ ഒരു തിന്മയിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന എത്ര ആളുകളെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നവിടെ പോയി അതൊക്കെ ഒന്ന് കാണുമ്പോൾ നാം ആസ്വദിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ചെറിയൊരു നൂൽക്കഷ്ണം കിട്ടിയാൽ, കയറ് കിട്ടിയാൽ അതിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് അതിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, പറഞ്ഞു വന്നത്, തിന്മയിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ചില പ്രയാസങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും. ആളുകളോട് ദഅവത്ത് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ദഅവത്ത് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരുപക്ഷെ ഉപദേശം എന്നുള്ളത്. നമ്മുടെ മക്കളുടെ വിഷയം തന്നെ എടുത്തു നോക്കിയാൽ തന്നെയും നമ്മുടെ മക്കളോട് 2-3 പ്രാവശ്യം ഒരു കാര്യം പറയുമ്പോഴേക്ക് ഇത് എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു മക്കൾ കയർത്ത് സംസാരിക്കുന്ന സാഹചര്യങ്ങൾ വരെ നമ്മുടെ വീട്ടിനുള്ളിലുണ്ടെങ്കിൽ സഹോദരന്മാരെ, ദഅവത്ത് എന്നത് ചില്ലറക്കാര്യല്ല. അടികിട്ടി, നാടുവിട്ട്, ചെരിപ്പേറുകൊണ്ട്, കല്ലേറുകൊണ്ട് രക്തം വാർന്ന് സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നാടുവിട്ട ചരിത്രം നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴോ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറല്ല, സഹിക്കാൻ തയ്യാറല്ല. ചെറിയ ഒരു കുത്തുവാക്ക് കേൾക്കുമ്പോഴേക്ക് എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. സഹോദരന്മാരെ, അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് ഉപദേശിക്കണമെന്ന് പറഞ്ഞ ഉടൻ തന്നെ വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് അവലംബിക്കുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കാണ് വിജയം ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിലൊന്നാമത് പറഞ്ഞെന്താ? ഈമാൻ ഉൾക്കൊള്ളണം. ആരാണ് ഈമാൻ ഉൾക്കൊണ്ടത്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിൽ അതിന്റെ 2 മുതലുള്ള ആയത്തുകളൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇന്നമൽ മുഅ്മിനൂന, ഇന്നമ എന്ന് പറഞ്ഞാൽ ഒരു ഹസർ, ഒരു അതിലേക്ക് പരിമിതപ്പെടുത്തൽ, അവർ മാത്രമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ല പറയണേ, ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ആരാ? അവർ മാത്രമാണ്. ആരാണ് അവർ? അതിന്റെ ക്വാളിറ്റി എന്താണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് സ്മരിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുമെന്നാണ്. അല്ലാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അവരുടെ മുമ്പിൽ ഒരു ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തം പറയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു പറയാണ് അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കുമെന്നാണ്. അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കും. എത്ര ആയത്തുകൾ നമ്മൾ ഓതുന്നു, മറ്റുള്ളവർ ഓതുന്നതായി നമ്മൾ കേൾക്കുന്നു. നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ? ഈമാനുള്ളതാര്, മുഅ്മിനാര് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം നടുങ്ങും. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നിട്ട് തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ കാര്യങ്ങൾ മുഴുവൻ റബ്ബിൽ ഭരമേൽപ്പിക്കുന്നവരാണ്. എന്നിട്ട് തീർന്നില്ല, അല്ലദീന യുഖീമൂനസ്സലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്. അവർ സക്കാത്ത് അല്ലെങ്കിൽ അവർക്കുള്ളതെന്തോ അത് പാവപ്പെട്ട ആളുകൾക്ക് സ്വതക്കയായി നൽകുന്നവരാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. നമ്മൾ ആലോചിക്കണം, നമ്മൾ യഥാർത്ഥ മുഅ്മിനാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഈ ആയത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കണം. ഒന്നാമത്തത്, അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ഭയപ്പാടുണ്ടാകും. രണ്ടാമത്തത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോൾ
ദീനിനെ കുറിച്ച് പറയുമ്പോൾ, ഖുത്ബകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതല്ല അത് ഈ ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ആ ഈമാൻ എല്ലാം ചോർന്നു പോകുന്ന അവസ്ഥയാണോ? സഹോദരന്മാരെ, നമ്മുടെ ഈമാനിനെ പരിശോധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർന്നില്ല, അള്ളാഹു പറയുന്നു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. അല്ലാഹു പറയാണ് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങളുണ്ട്, വലിയ സ്ഥാനമാനങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി റിസ്ക് നൽകും, അവർക്ക് പാപമോചനം അല്ലാഹു നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. ഇനി ഈമാനിന്റെ വിഷയം പറഞ്ഞിടത്തെല്ലാം അല്ലാഹു എടുത്തു പറഞ്ഞ കാര്യമുണ്ട്, അമൽ സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ. അതാണ് ഈ സൂറത്തുൽ അസ്റിലും അല്ലാഹു പറഞ്ഞത്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. ഈമാൻ മാത്രം ഉണ്ടായാൽ പോരാ, സൽക്കർമ്മങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ സൽക്കർമ്മങ്ങൾ ഉണ്ടായാലോ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു പറയാണ് ഈമാൻ ഉണ്ടാകണം, സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. ആ സൽക്കർമ്മങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഈമാൻ പറഞ്ഞു, ഈമാൻ പറഞ്ഞപ്പോഴെല്ലാം സൽക്കർമ്മങ്ങളും കൂടി ചേർത്ത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴെല്ലാം അതിന്റെ പ്രതിഫലവും കൂടി പറഞ്ഞു. മൻ ആമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് ആണാകട്ടെ പെണ്ണാകട്ടെ ആരുമാകട്ടെ, അവർ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ സ്വാലിഹാത്തായ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? ഫലനുഹയ്യന്നഹു ഹയാത്തൻ തയ്യിബ, ഈ ദുനിയാവിലെ ജീവിതം മാന്യമായിരിക്കും, നല്ല ജീവിതമായിരിക്കും, ത്വയ്യിബായ ജീവിതം അവർക്ക് നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ പ്രതിഫലമായി കൊണ്ട് നാളെ പാരത്രിക ലോകത്ത് ഏറ്റവും നല്ല പ്രതിഫലം, അഹ്സനായ പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞത് ഫഅമ്മാ മൻ താബ വആമന വഅമില സാലിഹൻ ഫഅസാ അൻ യകൂന മിനൽ മുഫ്ലിഹീൻ. അല്ലാഹു പറയാണ് അവർ തൗബ ചെയ്തുകൊണ്ട് വിശ്വാസം നന്നാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലായി എന്നാണ്. അതാണ് സൂറത്തുൽ അസ്റിലും പറഞ്ഞത്, വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഉടനീളം ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസം നന്നാക്കി സൽക്കർമ്മങ്ങളോടെ ജീവിക്കണം. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് ഫിർദൗസ് എന്ന സ്വർഗ്ഗമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആർക്കാ? വിശ്വാസം നന്നാക്കി തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ജീവിതം, പ്രാർത്ഥന, ഇബാദത്തുകൾ എല്ലാം റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു ഔലിയ പാപ്പക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മമ്പുറത്തിലെ തങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കൾക്കോ തങ്ങൾക്കോ ആർക്കും നമ്മുടെ ഇബാദത്തുകൾ വകവെച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ അല്ലാഹുവിന് മാത്രം, നമ്മുടെ നേർച്ച മുഴുവൻ റബ്ബിന് മാത്രം, നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ റബ്ബിന് മാത്രം, നമ്മുടെ ജീവിതം തന്നെ റബ്ബിന് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം. എങ്കിൽ ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ദറജയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ആ സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ ദറജ കരസ്ഥമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ ഇഷ്ടത്തിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. സൂറത്തുൽ അസ്ർ അത് നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന, വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, ജീവിതത്തിൽ ഏറ്റവും വലിയ സഹായിയായി മാറുന്ന പ്രധാനപ്പെട്ട ഒരു ചെറിയ എന്നാൽ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് എന്നാണ് ഈ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കി വരുന്നത്. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, വിശ്വാസം ക്ലിയർ ആക്കണം എന്നുള്ളത്. രണ്ടാമത്തത്, അമൽ സ്വാലിഹാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടാകണമെന്നുള്ളത്.
മൂന്നാമത്തത് വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് ഉപദേശിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഫവല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ അൻ യകൂന ലക ഖുംറുൻ നഅം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലി, താങ്കൾ കാരണം ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, നന്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ നന്മ കാരണം നിങ്ങൾക്ക് കിട്ടാനിരിക്കുന്നത് വമ്പിച്ച പ്രതിഫലമാണ് എന്ന്. അന്നത്തെ കാലത്ത് കിട്ടാവുന്നതിൽ, ദുനിയാവിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുന്തിയ ഇനമെന്നുള്ളത് ചുമന്ന ഒട്ടകമാണ്. ആ നാട്ടിൽ അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രതിഫലം എന്നുള്ളത് അത് ചുമന്ന ഒട്ടകത്തെയാണ്. എന്നാൽ പ്രവാചകൻ പറഞ്ഞു, ആ ചുമന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഖൈറ് ഒരാൾ നീ കാരണം ഹിദായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നിനക്ക് ഖൈറ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുന്നത് കാണാൻ സാധിക്കും. പ്രബോധനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. പ്രവാചകന്റെ മാതൃക എങ്ങനെയാണ് അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ മാർഗം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോൾ അത് അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടുകൂടിയാണ് എന്ന്. എടുത്തുചാട്ടം ഉണ്ടാകാൻ പാടില്ല. ദഅവത്തിൽ ഒരിക്കലും എടുത്തുചാട്ടം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോ ഒരുപക്ഷെ പ്രതികരിച്ചാൽ അത് എങ്ങനെ ഇതിനെ ബാധിക്കും എന്ന രൂപത്തിൽ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് ആ പ്രതികരണത്തിലൂടെ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു കാര്യത്തിലും ഇടപെടേണ്ടത്. ഏത് വിഷയത്തിലും ദഅവത്തിന്റെ മേഖലയിൽ പ്രത്യേകിച്ച് ഇസ്ലാമിനെ ഇന്ന് 4 സൈഡിൽ നിന്നും ആക്രമിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടായിരിക്കെ ആ സമയത്തെല്ലാം ദഅവത്തിന്റെ മേഖലയിൽ ഇടപെടുമ്പോൾ ആ ദഅവത്ത് എങ്ങനെ അത് പ്രതികൂലമായിട്ടാണോ അനുകൂലമായിട്ടാണോ നമ്മെ ബാധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നമ്മുടെ കയ്യൊപ്പുകൾ വെക്കാൻ, നമ്മുടെ സംസാരങ്ങളും നമ്മുടെ പ്രതികരണങ്ങളും അറിയിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. അല്ലാഹു പറയാണ്, നിങ്ങൾ പ്രതിരോധിക്കണം. ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ കരിവാരി തേക്കുന്ന ആളുകളോട് അവരോട് വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും മാന്യമായ രൂപത്തിൽ അവരോട് തിരിച്ചു പ്രതികരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിക്മത്തോടു കൂടിയായിരിക്കണം, അതായത് തത്വജ്ഞാനമോ ആയിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രതികരണം എന്നും. അതുപോലെ തന്നെ വൽ മൗഇലത്തിൽ ഹസൻ, ഏറ്റവും നല്ല ഉപദേശത്തോടു കൂടിയായിരിക്കണം. നമ്മളവിടെ അവരെ കരിവാരി തേക്കുവാനോ അവരെ ഇല്ലായ്മ ചെയ്യാനോ അല്ല, മറിച്ച് നമ്മുടെ പ്രബോധനത്തിലൂടെ, നമ്മുടെ ആ പ്രവർത്തനത്തിലൂടെ അവർക്ക് നല്ലൊരു ദിശാബോധം കിട്ടണം, ഇസ്ലാമിനെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുണ്ടാകണം. ആ രൂപത്തിൽ ദഅവത്ത് ചെയ്താൽ അത് ഫലിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത് അല്ലാഹുവിനറിയാം ആരാണ് ദലാലത്തിൽ എന്നുള്ളതും ആരാണ് ഹിദായത്തിന്റെ മാർഗത്തിൽ എന്നുള്ളതും. അതുകൊണ്ട് ഹിദായത്തിന്റെ വഴികളെ തുറന്നു കൊടുക്കുക എന്നതാണ് ദഅവത്തിന്റെ മാർഗമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അത് സ്വഹാബത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞപ്പോൾ അവര് ഏറ്റവും നല്ല സമുദായമാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സമുദായത്തിന്റെ വിശേഷണം എടുത്തു പറഞ്ഞത് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുന്നവർ. ചില ആളുകളാകട്ടെ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കുകയില്ല. അങ്ങനെ ചില വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നന്മ കൽപ്പിക്കും, അങ്ങനെ നന്മ കൽപ്പിച്ചതിലൂടെ അവരുടെ തിന്മകൾ ഒലിച്ചു പോകും എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒലിച്ചു പോകുന്നതല്ല. കാരണം ഇസ്ലാമിൽ ആദ്യത്തെ കൽപ്പന എന്നുള്ളത് ലാ ഇലാഹ എന്നതാണ്. പിന്നീടാണ് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. ഒരു ആരാധ്യനുമില്ല എന്ന നിഷേധമായിരുന്നു ആദ്യം ഇസ്ലാം പഠിപ്പിച്ചത്. പിന്നീടാണ് അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ എന്ന ഒരു ഉറപ്പിനെ, എന്ന ഒരു വസ്തുതയെ, എന്ന സത്യത്തെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം തിന്മയെ വിരോധിക്കുകയും പിന്നെ നന്മ കൽപ്പിക്കുകയും ചെയ്യണം. നിസ്കാരത്തിന് വന്നു എന്നതുകൊണ്ട് ശിർക്ക് ഒലിച്ചു പോവുകയില്ല. അതുകൊണ്ട് ആദ്യം അത് നന്മ കൽപ്പിക്കുന്നതോടൊപ്പം തിന്മ വിരോധിക്കുകയും ചെയ്യണം എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ റആ മിൻകും
മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. ആരെങ്കിലും ഒരു തിന്മ കാണുകയാണെങ്കിൽ, ഒരു തെറ്റ് കാണുകയാണെങ്കിൽ, ഒരു വെറുക്കുന്ന കാര്യം കാണുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ഫൽയുഗയ്യിർ ബിയദിഹി. അവന്റെ കൈകൊണ്ട് അതിനെ തടുക്കാൻ ഉള്ള പരിശ്രമങ്ങൾ എടുക്കണം. കൈകൊണ്ട് തടുക്കുക എന്നതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട്. കൈകൊണ്ട് തടുക്കുക എന്നത് നേരെ പോയി പിടിക്കുക എന്നത് മാത്രമല്ല, അതിനെ തടുക്കുക എന്നത് മാത്രമല്ല, നേരെ മറിച്ച് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക് ഒരു ലെറ്റർ എഴുതുക, ഒരു പരാതി എഴുതുക, അതും അവന്റെ കൈ കൊണ്ടുള്ള തടുക്കലാണ് എന്നതാണ്. പിന്നെ ഈ ഹദീസിൽ തന്നെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചത് ഫൽയുഗയ്യിർ, ആ അവസ്ഥയിൽ നിന്ന് നല്ലൊരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനാണ് ആ ഒരു തടയലും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് സാധിക്കാത്തവനോ ഫബിലിസാനിഹി, ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് ഇടുക, അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ നേരിട്ട് കണ്ട് സംസാരിച്ച് അതിന്റെ പ്രതിവിധികൾ തേടുക. ഇങ്ങനെ പല രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് നാവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെല്ലാം അതിനെ തടുക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം തടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. ഫഇല്ലം യസ്തതി, ഇനി അതിന് കഴിയാത്ത സാഹചര്യമാണ്, കൈകൊണ്ട് തടുക്കാനും കഴിയില്ല, നമ്മുടെ നാവ് ഉപയോഗിച്ച് തടുക്കാനും കഴിയില്ലെങ്കിലോ ഫഇല്ലം തസ്തതി, ഇനി അവന് സാധിക്കുകയില്ലെങ്കിലോ ഫബിഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ വെറുക്കണമെന്നുള്ളതാണ്. അവന്റെ ഹൃദയത്തിൽ വെറുക്കുക എന്നത് അത്തരം സാഹചര്യത്തിൽ നിന്നും അവസ്ഥയിൽ നിന്നും മാറി നിൽക്കുക, വെറുപ്പോടുകൂടി മാറി നിൽക്കുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത്. തീർന്നില്ല. വദാലിക അദ്അഫുൽ ഈമാൻ, ആ ഹൃദയം കൊണ്ട് വെറുക്കുന്നതാണ് ഈമാനിന്റെ ഏറ്റവും അവസാനത്തെ കണിക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈമാനിന്റെ ഏറ്റവും അവസാനത്തെ കണിക എന്താണ്? അത് തിന്മയെ വിരോധിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിലേക്ക് വെറുപ്പുണ്ടാകുക, ആ തിന്മയോടുള്ള വെറുപ്പ്, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഈമാനിന്റെ ഏറ്റവും അവസാനത്തെ ദറജ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതോടൊപ്പം ഈ സൂറത്തിൽ നമ്മെ ഉണർത്തിയത് ഇത്തരം ദഅവത്തുകൾ ചെയ്യുമ്പോൾ, ഈ ദഅവത്തുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിടുന്ന പ്രതിസന്ധികൾ, ക്ഷമ കൊണ്ട് പരസ്പരം അവലംബിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു, അല്ലാഹ് പറയണേ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം, ക്ഷമയെ നിങ്ങൾ മുതൽക്കൂട്ടായി നിങ്ങൾ പിടികൂടണം എന്ന് പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, അങ്ങനെ ക്ഷമ അവലംബിച്ചുകൊണ്ട്, ക്ഷമയെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് നാളെ പരലോകത്ത് വിജയിക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ലുഖ്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകന് ഉപദേശം നൽകിയപ്പോൾ അദ്ദേഹം പറയാണ്, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമകനെ, അഖിമിസ്സലാ, നീ നിസ്കാരം നിലനിർത്തണം, വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ, നീ നിസ്കാരം നിലനിർത്തുന്നതോടൊപ്പം നീ നന്മ കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യണം എന്നിട്ട് പറഞ്ഞിട്ട് അവസാനം പറയാണ്, വസ്ബിർ അലാ മാ അസാബക, നിനക്കതിൽ നിന്ന് ബാധിക്കുന്ന പ്രയാസങ്ങളിൽ നീ ക്ഷമയോടുകൂടി നിലകൊള്ളണം. ഇതേ ആയത്തിൽ തന്നെയാണ് നമുക്ക് സൂറത്തുൽ അസ്റിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് ചില ദിശാബോധങ്ങൾ നൽകുന്നു. ഈ ഒരൊറ്റ സൂറത്ത് പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിലും നാളെ പാരത്രിക ലോകത്തും വിജയിക്കാൻ സാധിക്കും. അല്ലാഹു പറയാണ്, ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അവർക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ വിശ്വാസത്തെ ക്ലിയറാക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ദഅവത്തിന്റെ മേഖലയിൽ സജീവരായിക്കൊണ്ട് ആ ദഅവത്തിൽ വരുന്ന ഈമാൻ അനുസരിച്ചുകൊണ്ട്, ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ വരുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ നമ്മൾ അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മരണം എളുപ്പമാകും, മരണത്തിന് ശേഷമുള്ള ജീവിതം എളുപ്പമാകും, വിചാരണ എളുപ്പമാകും, വിചാരണയ്ക്ക് ശേഷം സ്വർഗമെന്ന പ്രവിശാലമായ ആ ഒരു അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള സാമ്പത്തികമായി പ്രതിസന്ധിയിലായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്താൽ പ്രയാസപ്പെടുന്ന ആളുകൾ, അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്നവർ, അവർക്കെല്ലാവർക്കും അള്ളാഹു അവരുടെ അസുഖങ്ങൾ മാറ്റി ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക്
ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم.